हेलो गाइस, वेलकम बैक टू अवर चैनल दीपूस रिएक्शन। हम आपके सामने लेकर आ गए एक और नया एपिक रिएक्शन वीडियो। और आज जो वीडियो हम आपके सामने लेकर आए हैं उसका नाम है आदू 2 पार्ट 6। और हम लोग पार्ट 5 की रिकैप की बात करें तो पार्ट 5 में यहाँ पर यही दिखाया गया था कि शाहजी पप्पन बहुत ही सोच में डूबे हैं कि वो 27 लाख रुपए न्यू नोटों में लेजर डेविल को कैसे दे पाएंगे। और यहाँ पर डूड सर भी अपने असली रूप में आ गए। तो आगे देखते हैं कि कहानी नया मोड़ क्या लेती है। यस, तो चलिए देखते हैं और आगे की कहानी को जानते हैं। So let's get started without any delay. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം പ്ലാൻ പോലെ. ഇത് $3 മില്യൺ ഉണ്ട്. നേരെ ഗോമംഗലം സ്റ്റേഷനിൽ പോകുന്നു. അവര് മാത്രമേ കാണൂ. കാശ് കൊടുക്കുന്നു, കമ്മട്ടം മേടിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആരും കാണാതെ എത്തുന്നു. ഓക്കെ, there is no phone calls, messages in between. Yes, gladly sir. ഒരു മിനിറ്റ് കൊടുക്കുന്നു വാങ്ങുന്നു. അപ്പൊ എല്ലാം പറഞ്ഞു Go. स्टेशन पर वो उनकी मेडिसिन भी लेने आ रहे हैं। यस, എങ്ങനെയുണ്ട് സുമ? എന്നെ ടൈ ഒക്കെ वही स्टेशन है, सब अरे, उधर ही सब उधर ही आ रहे हैं क्या? എടാ, നമ്മൾ ഇത്രയും വലിയ ഡീലിങ്ങിന് പോവല്ലേ, നമ്മൾ നിസ്സാരക്കാരില്ലെന്ന് അവന്മാര് മനസ്സിലാക്കും. ഓക്കെ, कुछ तो गड़बड़ हो ही गया यहाँ पर अभी। ये जो सो रहे हैं, हां, ये दवाई मेडिसिन इनके पास है ना। वो स्टेशन का नाम क्या बोला? ഗോമംഗലം. गोमंगलम। क्या खाली है? हां, बोले ना वहां पे ना कोई चढ़ता है ना कोई उतरता है। हाँ, ചില്ലറ പൈസയും കാവർത്ത കൂടെ 2 ചക്കങ്ങൾ എടുത്തരാൻ മേലായിരുന്നു. അവന്മാര് കറക്റ്റ് ആയിട്ട് ഒറ്റമൂലിയൊക്കെ ഇവിടെ കൊണ്ടുവരൂടാ പോയി. पुलिस भी आई। നിർത്തിക്കൊണ്ടിരിക്കല്ലേ? നമ്മുടെ സർവോച്ചമല്ലേ ദൈവമേ, അയാൾ ഇപ്പൊ സ്റ്റേഷനിലാണ്. ട്രെയിനും വരാറായില്ല. ये बीच रास्ते में गाड़ी रुका के जा रहे हैं। हां ना, യുവമാരെ മധുര ട്രെയിനിൽ കയറ്റി വിട്ട് ഞാൻ സ്റ്റേഷനിലെത്തുമ്പോ കേസ് ഫയൽ എന്റെ ടേബിളിൽ ഉണ്ടാവും. അതെ, വക്കീലുമാര് ചോദിക്കും वो उधर से जा रहे हैं कच्चे रास्ते से। പണ്ട് അങ്ങോട്ട് പറഞ്ഞു നോക്കാം. സർബത്ത് ഷമീർ പാപ്പൻ, അതിന് സാറെന്തിനാ പേടിക്കുന്നത്? നമ്മളല്ലേ പോലീസ്. Exactly. എന്താടാ ഇവിടെ ആരും ഇല്ലാത്ത സ്റ്റേഷനിൽ ബോംബ് വെച്ചാൽ വന്നാണോ? അയ്യോ അല്ല സാർ, നടുവേദനയുടെ ഒറ്റമൂലി മേടിക്കാൻ വേണ്ടി വന്നതാ. കള്ളം പറയുന്നടാ. ഇവിടെ നിന്റെ അപ്പ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒറ്റമൂലി. അയ്യോ അല്ല സാർ, ഇത് വിദേശത്തുനിന്ന് വരുവാ. വിദേശത്തുനിന്ന്? ആ, രാജസ്ഥാനിൽ നിന്ന്. ട്രെയിനിൽ ആളിപ്പോ കൊണ്ടുവന്നേ. നീ ഒന്നോർത്തോ, നിന്റെ പുറകിൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. സാറേ, സാറിന് സല്യൂട്ട് അടിക്കാറിയാൻ പറ്റുന്നത് ശരിയാണോ? സാറേ, ഒന്ന് അടിച്ച് കാണിച്ചു കൊടു സാറേ. अरे उनको क्या सैल्यूट करके दिखाएंगे? ശരിയാന്നല്ലോ. अरे അടിപൊളിയായിരുന്നു കേട്ടോ. എങ്ങനെയാണ് പോലീസുകാരെ കൊണ്ട് സല്യൂട്ട് അടിക്കുന്നത്? नाइस। അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. हल्के में ही लेने का എനിക്കവര് उनको। സാറിന് താങ്ങിയത് പോലെ തോന്നിയത്. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. സാർ, അവൻ ജില്ല വിട്ടിരിക്കുക. ഇപ്പം പിടിച്ചാലോ? എടാ മണ്ട, എന്തോ ജില്ല വിട്ടില്ലല്ലോ, സംസ്ഥാനമല്ലേ വിട്ടുള്ളൂ. ആ, അപ്പൊ ഈ ജില്ല ഇതെന്തിനാ സാറേ? യവന്മാരെയൊക്കെ ഇനി എന്ന് കാണാനാ? എന്നാൽ ഈ സംസ്ഥാനത്തിന്റെ ജില്ലയില് नजर കർത്താവേ ഷാജി പാപ്പ, എന്നടാ നോട്ടിന്റെ കൂടെ ട്രെയിൻ ഈ നിരോധിച്ചു. പണ്ടാരത്തിന് എന്ന് കണിയാണ്ടാണ് എന്റെ പോലീസ് പൊക്കും, ഇന്നും പൊക്കും. വാ വാടാ. चलो ट्रेन तो आई है। अरे भाई उठो उठो, स्टेशन आ गया, जल्दी चलो चलो. वो तो सो ही रहे हैं। ये लोग गलती से 15,000 उनको दे देंगे, वो इनको दे देंगे। ഒറ്റമൂലി, ഒറ്റമൂലി, ഷാജേട്ടാ, ഹിന്ദിയിൽ വിളിച്ചാലേ അവർക്ക് ഒറ്റമൂലി. മനസ്സിലാവും. എന്നാ നീ വിളി. ഒറ്റമൂൽ, ഒറ്റമൂൽ. ഒറ്റമൂ. അതേനാ, ഇത് ഇരട്ടമൂലാണല്ലോ. ഏ സാമാൻ ഹേ? हाँ, പോലീസ് പോലീസ് हमारा फ्रेंड्स है, लेकिन फकरू ഫക്രുവല്ലേ ഇത്? പെട്ടി കണ്ടില്ലേ? ഒറ്റമൂലി ഒരേ. നടുവിൽ ഇതൊക്കെയാണുള്ളത്. അതെ, എന്നാ പൈസ പിടിച്ചോ. दीजिए 15,000 उनको। സാർ സെൽഫി. और सेल्फी भी किसको डिलीवरी दी है? हां, और पीछे पुलिस भी है, वो भी सेल्फी में आ गई। ശരി. അയ്യോടാ, സ്വന്തം അപ്പനെ പോലെ ഇതുപോലെ കെട്ടിപ്പിടിക്കത്തില്ല. ओ, ശരി. अरे दवाई तो मिली दवाई तो नहीं। मिली ही नहीं। അമ്മമാര് കോടതി പോയി മറ്റേ ഈർക്കണ്ടേ ബാബാ. എന്തോ. ഇങ്ങ് വാ. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ കാണാതെ ജില്ല കറിക്കണം. പിന്നെ നമ്മളിവിടെ കണ്ട കാര്യം ആരും അറിയണ്ട. അറിയണ്ട. ഒറ്റമൂലി. അതെ, ഈ ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ബംഗാൾ. ആ, അതാണ് എവിടെയോ പഠിച്ചത്. ഇതിലെങ്കിലും ഓക്കെ ആയാ മതിയായിരുന്ന മക്കളെ. ഓക്കെ ആവും പാപ്പ. ये लो उनका स्टेशन निकल भी गया। निकल भी गया।
गोमंगल स्टेशन। अबे कोमगल स्टेशन पहुंच गया। क्या हुआ? हमें निकलना है, सामान ले लो। अरे गाड़ी को रोको। ओ ये अभी उतरे। ഇതെങ്കിലും കളയാതെ സൂക്ഷിക്കണം निकलिए ना उन सामान लेकर। മണ്ടന്മാരെ കണ്ടില്ല. പാപ്പനും പോയി ട്രെയിനും പോയി. അയ്യോ പാപ്പനും പോയി ട്രെയിനും പോയി. എടാ പോടാ. अरे इनका भी कभी अभी वो मेडिसिन इनको देंगे। देंगे हाँ എല്ലാരും പോയാ ആരെയും കാണുന്നില്ല. പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. സൈത്താനോട് നമ്മ എന്ത് പറയും? और अभी वो उनके करोड़ों रुपए दे देंगे। എല്ലാരും കറക്റ്റ് ആയിട്ട് पहले क्यों नहीं बताया? ആ പെട്ടെന്ന് വാ. സ്റ്റാൻഡേർഡ് വിടല്ലേ? ചത്താലും വിടൂല. കമ്മട്ടം കൊണ്ടുള്ള നിപ്പ് കണ്ടില്ലേ? അതെ അതെ ഭീമാപ്പള്ളി പോലെ ഇരിക്കണേ. നമസ്കാരം. അതെ പോലീസുകാർ അവിടെ നിന്നോണ്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുങ്ങിയത്. तुम लोग कौन है? अबोर क्लीटस कहाँ है? നമനെ अबे वो शैतान के बच्चे लोग इधर है। शैतान के बच्चे लोग। ഏ ബായി ഞങ്ങള് സൈത്താന്റെ ബച്ചകൾ തന്നെയാണ്. ഈ ഫിഗർ കണ്ടറിയാം. ओ ये क्या है? ഇത് പെട്ടി ഹേ. सुनो सुनो, उसमें एक बात क्या? है, सुबह गौमूत्र के साथ मिला के पीने का, ठीक है? वो मेडिसिन के बारे में बता रहे हैं। ഗോമൂത്രം കുടിക്കേണ്ടി വരുമെന്നാ പറയണത്. ഞാൻ കുടിക്കത്തില്ല. മൂത്രം ഞാൻ കുടിച്ചോളാം, നീ പെട്ടി വാങ്ങിക്കണ്ട. ഗോമൂത്രമൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യക്കാർ കുടിച്ചാൽ മതി. അയ്യടാ क्या बोल रहा है? क्या बोलती तू? अबे ये लोग कौन है? अबू और क्लीटस क्यों नहीं है? उसका कोई दूसरा काम होगा, लेकिन वो सही बराबर आदमी भेज दिया। लेकिन आपको क्या चाहिए भाई? पैसा पैसा उसमें है ना? हाँ बराबर। इतना बड़ा बैग में 15,000 रुपया। 15,000 इसमें नहीं केरला बहुत chips ज्यादा होगा है। भाई। केरला चिप्स हाँ उन्होंने बोला था എടാ സോമോയ്, ഈ കമ്മട്ടം എന്ന് പറഞ്ഞപ്പോ इतनी ഞാൻ बड़ी गड़बड़ करती है। ചാരായം കൊള്ളാം വലിയ എന്തൊക്കെ അന്നാസ് പോലെ ഇരിക്കുന്ന ഇതിപ്പോ കൊള്ളാം. ഇത് കമ്മട്ടൊന്നും അല്ലടാ, ഇത് നോട്ടടിക്കുന്ന ഡിസൈനാ. കമ്മട്ടൊന്നൊക്കെ നാട്ടുകാർ വെറുതെ പറയും. ओपन करके तो देखो। എന്തുപറ്റിയെടാ? ഇടക്കിടക്ക് ഇതിന്റെ ഒരു മിസ്സിംഗ് ഇടാ. ആ വണ്ടിയുടെ ഡീസൽ ഒടിഞ്ഞിട്ടുണ്ടാവട്ടാ. നോക്ക്, ഞാൻ ഓടിച്ചപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ओ डूड सर वहाँ पर आ गए। ഓക്കെ ആണല്ലേ? പെട്ടിയായിട്ടിരിക്കണ കർത്തവനെ കമ്മിയാ വാടാ ഇവിടെ. തോക്ക് ओ ഇത് ഞാൻ उसके തരൂല. अंदर ഇത് कुछ नहीं है, സാധാ मेडिसिन है उसमें। എടാ, ഏതോ മുന്തി ടീമാ. സാധനം കൊടുത്തേക്കടാ. വാടാ ഇറങ്ങി വാടാ. വേണോ? അല്ലെ വെടികൊണ്ട് വിളിച്ചാവും. വെറുതെ വെടിക്കൊണ്ട് ചാവണ്ട അല്ലേ? ना बड़ा ब्लंडर हो रहा है पूरा सर्कल में। ഞങ്ങള് കഷ്ടപ്പെട്ട് വാങ്ങിച്ച കത്തിയാണ് സാറേ. ഞാൻ കൊടുക്കൂല. ചെയ്യുന്ന തൊഴിലോട് ടൂറ് വേണോടാ. എന്താ ഇത്? Earthquake आया है नहीं आता तो 10 seconds back। എന്നടാവേ ഒരു വെടിച്ചില്ലേ കേട്ടെ? അതേലോടാ നമുക്ക് ഈ ഏരിയ വിട്ടേ പോയേക്കാം. പെട്ടെന്ന് വേഗം വിട്, വേഗം വിട്, വിടുവാ വേഗം വിട്. अरे वो गाड़ी पर थे। ഇത് ഞങ്ങളുടെ പെട്ടിയാണ് പെട്ടി. നീ തോക്ക് ചൂണ്ടിപ്പോ എന്റെ മസൽ വെട്ടി കയറി നിന്റെ ഭാഗ്യം. आज जबरदस्त दिखाया हुआ है। ഞാൻ അപ്പഴേ പറഞ്ഞ 4 പേരും കണ്ണട വെക്കണ്ടെന്ന്. ഒരു രണ്ടിക്കും കണ്ണു കാണാൻ പറ്റില്ല. മുതലാളി സക്സസ്. അല്ല സേവർ സാറേ, വരുന്ന വഴിക്ക് തോക്കൊക്കെ ചൂണ്ടി നമ്മുടെ ഈ കമ്മട്ട അടിച്ചോണ്ട് പോകാൻ വന്നവരാരാണെന്നാണ് ओपन എനിക്ക് करेंगे उनकी മനസ്സിലാവാത്തത്. हालत खराब। എനിമീസ് ആർ എവ്രിവെയർ. ഓഹോ അവരായിരുന്നു. മണ്ടന്മാർ വല്ല പാണ്ടിലോറിയിലും കയറി കോയമ്പത്തൂർ വല്ല എത്തിക്കാണും. നമുക്ക് നമ്മുടെ കമ്മട്ടം കിട്ടിയല്ലോ. അതെ അതെ. मेडिसिन। ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നതാണ്. ശരിക്കും നോക്ക് സാറേ, ആ കുപ്പിക്കകത്തെങ്ങാനും കാണും. ദേ, കർത്താവേ ഇതായിരിക്കണേ കമ്മട്ടം. ദിൻമേൻ തീൻ ബാർ ദിവസവും 3 നേരം ഇത് പുരട്ടി കുടിക്കുക. വേദനയ്ക്ക് ശമനം ഉണ്ടാവും. എന്തോന്നാടാ ഇത്? ഇതാണോ മരുന്ന്? ആ ये देखो इनके पास आ गया। ഷാജിടാ. ഏയ് കൊണ്ടുപോടാ അത്. ഷാജേട്ടാ ദേ നോക്കി. ഒന്ന് നോക്കട്ടെ അങ്ങ് തേച്ചോ. അല്ല ഷാജേട്ടാ ഇത് നോക്കി. ഇതായിരുന്നു നേരെ തൊണ്ടായിരുന്നു. ये दिमाग चलाएंगे क्या है ये? ഇതന്നെ ലോകം. मेटल है वो। എടാ ഇതെല്ലാം കൂടി അരച്ചിട്ടേ
നടുവിന് പറ്റാന്നോ? അല്ല ഷാജിയേട്ടാ, ഇതേതോ പുരാവസ്തു എന്ന് തോന്നുന്നു. ഇതേ നോക്കി, ഏതോ മഹാരാജാവിന്റെ പടമൊക്കെ ഉണ്ട്. ഹേയ് അതല്ലടാ, ഇതുണ്ടാക്കിയ വൈദ്യന്റെ പടം. പാപ്പ അതിനകത്ത് 500 എന്നൊക്കെ എഴുതേക്കണു. മിക്കവാറും 500 വർഷം പഴക്കമുള്ളായിരിക്കും. ഇനി വൈദ്യശാലയുടെ നമ്പർ ആയിരിക്കും. വിളിച്ചു നോക്കിയാലോ? നീയൊക്കെ എന്ത് മണ്ടന്മാരാ. ഇത് കൊറേ പീസില്ലേ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെള്ളിയാളാ. ഷാജിയേട്ടാ, ആ ഫക്രുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. पैसा देख के उन्होंने फोन ऑफ कर दिए क्या? ഷാജിയേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഷാജിയേട്ടാ? ആക്രിക്കാർക്ക് എടുത്തു കൊടുക്കാം. എന്നാ പിന്നെ ഇരുമ്പിന് തന്നെ കൊടുക്കാം. स्क्रैप മനുഷ്യന് തലവേനയായി. ഒന്ന് വേഗം छोड़ दिया उन्होंने वहाँ पे। मैंने लिया है ना साथ में बॉक्स. ദേവർ സാറേ, ദേ എനിക്ക് ഉറപ്പാ ആ പടം വലിക്കരുത് എന്റെ സാധനം കിട്ടി കാണും. അല്ലടാ? ആണോന്നോ? എടാ ആമ്പാനോടെ കാണും. അവന്മാര് വീട്ടിൽ കാണും, അല്ലാണ്ട് അവിടെ പോനാ. നമുക്ക് വീട്ടിൽ ചെന്ന് ആ പാപ്പന്റെ തള്ളേനെ തട്ടിക്കൊണ്ടുവന്നാലാ. वो तो है ही नहीं, हॉस्पिटल में है। തള്ളേനെ തട്ടിക്കൊണ്ടുവരാന്ന്. എന്നിട്ട് വേണം ആ തള്ള എന്റെ തലയിലാവാൻ. സാറേ ദാ വരുന്നേ പാപ്പന്റെ ചേട്ടന്റെ മോളാ. हाँ. നമുക്ക് തള്ളയെ മാറ്റിട്ട് അവളെ അങ്ങ് പൊക്കിയാലോ? अरे അത് കറക്റ്റാ സേവിയർ സാറേ. പെമ്പിള്ളേരെ തട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാല് ആരായാലും പട്ടി വരണ പോലെ പുറകെ കൂടി വരും. നാണക്കേട് പേടിച്ചു. എങ്ങനെ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു ചീള് കേസ് ഞാൻ ചെയ്യാൻ പോണേ. ടൈമില്ലാതെ പോയി. ഒരൊറ്റ കാര്യം കൊണ്ട് ചെയ്യുവാ. നിങ്ങൾ ചെല്ല്, അവളെ ഇങ്ങ് പൊക്കിക്കൊണ്ടുവാ. उनको बोल रहे किडनैप करो. സോമ, ഇത്തിരി കലിപ്പ് പിടിച്ചോ. ഈ ബാറ്ററിന്റെ പവർ എന്താണെന്ന് അവളിന്ന് അറിയും. छोड़ना हो। എടേ കൊച്ച്, അധികം ഒച്ചപ്പാടൊന്നും വേണ്ട. മര്യാദക്ക് ഒന്ന് അജേപ്പ് കയറിക്കോ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. कुछ तो गड़बड़ हुई है यहाँ पर. സാത്താൻ സേവറാണ് വണ്ടിയിൽ. നീ എത്ര ഒച്ച വെച്ചാലും ഞങ്ങൾ കൊണ്ടുപോകും. അത് നിനക്ക് മാനക്കാരാണ്. അപ്പൊ എങ്ങനെ, തന്നെ കയറോ അതോ പൊക്കി കയറ്റണോ? कौन है वहाँ? इशारा क्यों कर रहे? कराटे कराटे एंड कुंफू. ओह, इनको कराटे और कुंफू आता है. इनकी बहुत पिटाई होगी, बहुत पिटाई होने वाली है. ओह, डायरेक्ट किक. वो चेतन देव ने पीछे गाड़ी ले ली. हाँ, 500 का नोट. അതെ, എനിക്ക് തോന്നുന്നത് 500 കൊല്ലം മുമ്പ് ഭരിച്ച ഏതോ സുൽത്താൻമാർ ഉപയോഗിച്ച നാണയങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഏതായാലും 500 എന്നാലും കാണുന്നേ. ഒരു 0 കൂടി കൂട്ടി 5000 തന്നെ. അയ്യോ 5000 ഒന്നും നടക്കുകയല്ലേക്കാ. കുറെ കാശ് കൊടുത്ത് മേടിച്ചാ നീ. എന്നാ ഒരു കാര്യം ചെയ്യാം, കൊടുക്കുന്ന വില അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പറയരുത്. ഏതായാലും ഷാജും കൂട്ടരുത് വരെ വന്നതല്ലേ, വെറുതെ ആക്കണ്ട. ഒരു വില പറ. അതെ, വില എന്ന് പറയുമ്പോ ഒരു 10,000. 1 लाख। ആ അതെ. ആ 1 ലക്ഷം കുറച്ച് കൂടുതലാ, അത് നടക്കൂല. എന്ത് പറയാനാ, ഞമ്മക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ്. उनको पता ये क्या बन रहा है कि उनको नहीं पता है. എന്നാ പിന്നെ 2-3 പൂജ്യം കൂടി അങ്ങനെ ഇടുന്നേ. അതെ, പഠിക്കുന്ന കാലത്തെ ഷാജിയേട്ടന് പൂജ്യങ്ങളോട് അഗാധമായ പ്രണയമാണ്. ആണോ? അതിലെന്താ, 50,000 ഇപ്പൊ തന്നെ 3-4 പൂജ്യല്ലേ? 50,000 കുഴപ്പമില്ല. അല്ലയോ? തീർച്ചയായും. 50,000 में दे दिए उनको. 1500 അല്ല. ശരി എന്നാ നോട്ട് നിരോധിച്ചുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ബാക്കി അച്ഛൻ എന്നാ ചെയ്യും പാപ്പ? അതിന് പാപ്പന്റെ കിഡ്നി വിൽക്കാലോ. എന്നാ അതൊക്കെ എപ്പോഴാ പോകണ? ഈ 15,000 സാധനത്തിന് ഇയാൾ അതിനകത്ത് 50,000 രൂപ വന്ന്. ഇത് പുരാവസ്തു അല്ലെങ്കിലും സ്വർണ്ണം വല്ലതാണെങ്കിലും നോക്കിയാലോ? അത് പുരാവസ്തു തന്നെ. हाँ, सही बात है. इतना ഞാൻ easily അത്ര कैसे ले ഡീൽ लिया? ചെയ്തിട്ടുള്ള പുരാവസ്തു. ആ മണ്ടനെ പറ്റിച്ച് നമ്മൾ കുറച്ച് കാശുണ്ടാക്കി വിചാരിച്ചാൽ മതി. അതെ, ആ പുരാവസ്ഥാനെക്കാട്ടും പഴയതല്ലേ പാപ്പന്റെ വണ്ടി. ഇത് കൊടുത്ത് എന്ത് കിട്ടും? എന്റെ നല്ല ചവിട്ട് കിട്ടും. നടന്നേ, പിള്ളേരെ ഇറക്കാൻ നോക്കാം. ബാബാ, इनकी तो लॉटरी लग गई. ലോനപ്പാ, ഓല് പോയി കഴിഞ്ഞാൽ നമ്മള് സ്പെഷ്യൽ വണ്ടി ഇറക്കണം. വിട്ടടിച്ച് നമുക്ക് Special എങ്ങനെയാലും കോയമ്പത്തൂർ എത്തണം. कोयम्बतूर। അല്ലാ, നോട്ട് നിരോധനം വന്നപ്പോ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് ഈ അബ്ദുള്ള. പടച്ചോനെ, പിന്നെ ഈ പാവപ്പെട്ട കള്ളക്കാരനാണ് ഈ വാരി പോയി समझ गया हूँ क्या चीज है.
सेल्फी। शामी सर भी पीछे आ गए थे ना। ഡിസിപ്ലിൻ കുറവാണോ? എനിക്ക് തോന്നി സാർ. നീ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. ശ്രദ്ധിച്ചിരുന്നാൽ നിന്നെ ഞാൻ വേറൊരു ഷമീറാക്കും. കമാൺ. തോൽവിയാവൂ. ആശാൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. സസ്പെൻഷൻ ലെറ്റർ ആയിരിക്കും സാർ. ആശാൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സമയം മാറിയടോ. അതുകൊണ്ടാണ് വലിഞ്ഞു കയറിയിട്ടാണെങ്കിലും എനിക്ക് ഈ ഫോട്ടോയിൽ കയറി നിൽക്കാൻ തോന്നി. ഇനി വെച്ചടിക്ക്. എനിക്ക് മാപ്പ് താൻ. കോപ്പ് തന്നടാ. എവിടെടാ കമ്മട്ടിപ്പാടം? കമ്മട്ടിപ്പാടോ? ഞാനിപ്പോ അയച്ചു തന്ന ഫോട്ടോയിൽ ആ കമ്മട്ടിപ്പാടം കൈമാറുമ്പോ നീ നെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. കേന്ദ്ര ഇന്റലിജൻസ് അയച്ചു തന്ന ഫോട്ടോയാണത്. സാർ ഞാൻ ഒരക്ഷരം മിണ്ടി പോരുത്. ഒരു ടീം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് സാധനം കടത്തിയവരെ വൈകുന്നേരത്തിനകം പിടിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. കളിച്ച് രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്നതാ. എന്താണ് കമ്മട്ടിപ്പാടം? അത് ദുൽഖർ സൽമാന്റെ സിനിമയല്ലേ? എങ്ങനെയാണോ പെട്ടി കൊണ്ടുപോകുന്നേ? ഏത് പെട്ടി? ഈ തൊട്ടി പാപ്പന്റെ ഇരിക്കുന്ന ഈ പെട്ടി. അത് पापन भी फंसेंगे। इन्होंने तो 50,000 में। കർത്താവേ, ആശുപത്രി ആയിരിക്കോടാ ബില്ല് കൊടുക്കാൻ വല്ലത്. ഹലോ കള്ള രാജ്യദ്രോഹി പാപ്പ, നീ കളിച്ച് കളിച്ച് ഇന്റർനാഷണൽ അയ്യോ സാറേ, എനിക്ക് ലാസറുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവര് നമ്മളെ പിള്ളേരെ പിടിച്ചു വെച്ചപ്പോ പിള്ളേരെ പിടിച്ചു വെച്ചാൽ നീ കള്ളനോട്ട് അടിക്കോ? അല്ലടാ, അത് മാറിന്റെ കയ്യിൽ നോട്ടില്ലാത്ത ഈ കാലത്ത്. കള്ളനോട്ടോ? മര്യാദക്ക് നീ എവിടാന്ന് വെച്ചാ അവിടെ നിന്നോ. എന്നിട്ട് ഞാൻ വരുമ്പോ ആ കമ്മട്ടിപ്പാടം കമ്മട്ടവുമായിട്ട് കീഴടങ്ങും. എടാ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റമൂലിന്നും പറഞ്ഞു. ഹലോ, अभी समझ में आया ഗോവിന്ദാ സാർ, വണ്ടി അങ്ങോട്ട് ഒതുക്കും. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ട്. ലോകം എന്നാണ് ഇങ്ങനെ അറിയുന്നത്? अरे फोन के रिंगटोन। മെസ്സേജ് വന്നിട്ടുണ്ട്. കർത്താവേ, ഇനി എന്തൊക്കെ പുള്ളി ഷാജിയേട്ടാ, നമ്മള് നമ്മളാ? അയ്യോ അയ്യോ, കർത്താവേ, തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ. പാപ്പാ, നമ്മളിത്ര അവിടുത്തെ ഫേമസ്. കർത്താവേ, നമ്മളെ പോലീസ് പിടിക്കുന്നാണോ തോന്നുന്നത്? വണ്ടി गलत काम के लिए फेमस हो रहे हो। നമ്മളെ പറ്റിച്ച് അവന്റെ എടുക്കുന്ന കമ്മട്ട നമുക്ക് തിരിച്ചു പഠിക്കണം. നീ കുറെ പുരാവസ്തു ഉണ്ടാക്കിയിട്ടുണ്ടല്ലയോ? നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാ അയാളുണ്ടായാ മതിയായിരുന്നു അവിടെ. ഇന്ന് ബാങ്കുകളിലൂടെ വിതരണത്തിനെത്തിയ പുതിയ 500 രൂപ നോട്ടിന്റെ ഡിസൈൻ ചോർന്നുവെന്ന നമ്മുടെ ഇട്ടവിടത്തോടൊന്നും കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്. എന്നാ വളർച്ച. കൈമാറുന്ന ഫോട്ടോ ഇന്റലിജൻസ് പുറത്തുവിട്ടു. ഈ ഫോട്ടോയിൽ ആക്കിയിരിക്കുകയാണ്. രാജ്യദ്രോഹികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. ആ ലൈറ്റും കൂടി താങ്ങി ചവിട്ടിക്കോ. അങ്ങനെ ആവുമ്പോ ആർക്കും ഡൗട്ട് അടിക്കും. കള്ളനോട്ട് അടിക്കുന്ന സാധനം ഒന്നായിക്കോ പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് പിന്നെ നോട്ടടിക്കാൻ പറ്റുമോ? പൊടച്ചോനെ, ആ ഇരുമ്പിക്ക് അവിടെ ഉണ്ടാവണേ. എടാ, ആംബുലൻസിൽ പോയത് ഇരുമ്പ് അബ്ദുള്ളയുടെ ഡ്രൈവർ തന്നെയല്ലോടാ? ആണല്ലോ പാപ്പ. കർത്താവിനെ അയാളങ്ങനെ കാഞ്ഞു പോയോ? അല്ല ഷാജിയേട്ടാ, ഇനിയിപ്പോ ഇരുമ്പ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി ആംബുലൻസിൽ മുങ്ങി. വണ്ടി सही दिमाग चलाया आपने। घुमाओ घुमाओ घुमाओ। മണ്ടന്മാർ എവിടെയും ഹൈഡ് ചെയ്യാൻ പറഞ്ഞു. ആ ഡ്രൈവർക്ക് നല്ല മനസ്സ് തോന്നി ഇറക്കി വിട്ടതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ വലിയ കോയമ്പത്തൂർ പോയി ഇറങ്ങേണ്ടി വന്നേ. കഴുതകൾ ഇനി ഒന്നും നോക്കണ്ട. അവരെ കണ്ടുകഴിഞ്ഞ് ഇങ്ങനെ വെടിവെച്ച് ये सब एक ही रास्ते पे चल रहे हैं क्या? लग रहा है। भगाओ भगाओ गाड़ी भगाओ। എന്നെ പറഞ്ഞാൽ മതിയല്ല. നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. എനി ഡൗട്ട്സ്? സാർ, യെസ്. ഒരു സംശയം. യെസ്, ടെൽ മീ, ആസ്ക് മീ. സംശയം എന്നും നല്ലതാണ്. ഈ തൃശ്ശൂർ പൂരത്തിന് യെസ്, അത്ര ആനകളുടെ ഇടയ്ക്ക് നമ്മുടെ 3 ആനെ കൊണ്ട് നടത്തിയ കച്ചവടം നടക്കൂ? अयो अयो
हमेशा दूध सर के साथ ही ऐसा क्यों होता है? പൊറോട്ട അടിക്കണം അങ്ങനെയല്ല അല്ല മുട്ട പൊട്ടിയും പഞ്ചസാര ഇടങ്ങിയത് ഇങ്ങനെ ഇങ്ങനെ അടിക്കണം പഴയ പൊറോട്ട ഡൂഡല്ല ബാങ്ക് ഡൂഡാണ് वही और वो चीज ढूंढ रहे उनके पास ही है। എന്താണ് അവിടെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ? വണ്ടി ഇത് നിർത്തിയേ. അയ്യോ ഇത് രോഗികളെ കയറ്റുന്ന ആംബുലൻസ് അല്ല अरे भाग निकालिए उनको। ഓലപ്പാ, ഇതാരായിട്ടാ? എന്താ ഇതൊക്കെ? उनको निकाल दिए एम्बुलेंस से। ആരാണ് എന്താണ് മാണ്ട മാണ്ടേ അതെന്താണ് തരൂല. തരൂലെന്നാ എന്ത് തരൂലെന്ന് ആ ये समझ गए क्या है उसके अंदर? सीरियसली ഇത് മറ്റേ പണയം വെച്ച ബുള്ളറ്റ് അല്ല വാനാ. ഷാജിട്ടാ ദേ ഒറ്റ പോലും ബംഗാളികളെ വിളിക്കുന്നു. उठाओ उठाओ उठाओ। अरे मिलता है और धक्का मार दिया उनको और उनके सामने ही आ रहे। ഇത് മറ്റേ വെടിവെപ്പായിരുന്നല്ലോടാ. ओ पहचान लिए। അപ്പൊ നമ്മുടെ സാധനം മടിയാളി ചത്തല്ലേ? उनके पास तो नहीं है वो। ചവിട്ട് ആ വെടിവെപ്പാരൻ തനിക്കിട്ട് തന്നത്. താൻ എന്നാ പറഞ്ഞത്? പുരാവസ്തുവിനോട് തനിക്ക് ഭയങ്കര മുഹബത്താണല്ലോ. ഇതാണോ തന്റെ മുഹബത്തിന്റെ കാശ്? ഞങ്ങളുടെ സാധനം എടുക്കും. എല്ലാം പോയി മക്കളെ, എല്ലാം കൊണ്ടായി. അത് ആംബുലൻസിന്. ആംബുലൻസിലോ? അപ്പൊ വണ്ടി കയറാം. എടാ ഷാജി, ഞാനും വരാം. നമുക്ക് ഒന്ന് ഈ സാധനത്തിൽ അങ്ങോട്ട് കളയണം. धक्का मार दिए। तो यहाँ पर कहानी में बहुत बड़ा मेजर ट्विस्ट आ चुका है, क्योंकि यहाँ पर शाहजी पपन को चाहिए थी उनकी मेडिसिन, लेकिन उनको मेडिसिन जो है वो नहीं मिल पाई और उन्हें मिल गया मनी मिंट। लेकिन मनी मिंट उन्होंने सेल कर दिया 50,000 रुपए में, लेकिन जिसको उन्होंने सेल किया था उनके पास से भी वो मनी मिंट डूड सर ने ले लिया है। तो आपको ये वाला पार्ट कैसा लगा? आप हमें कमेंट सेक्शन में जरूर बता सकते हो। यस, तो इसी के साथ हम ये वीडियो सम अप करते हैं। अगर आपको ये वीडियो अच्छा लगा हो तो प्लीज डू लाइक, शेयर एंड सब्सक्राइब टू आवर चैनल दीपूज रिएक्शन एंड नेवर मिस एन अपडेट। हम मिलते हैं आपको अगले वीडियो में, तब तक के लिए बाय बाय एंड स्टे ट्यून्ड।